ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എന്തുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി എന്താ പറയുക, പാലയ്ക്കൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ. പാലയ്ക്ക എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ കോഴിക്കോട്ടുകാർക്ക് പാലയ്ക്ക എന്നാട്ടോ പറയുക. പലരും പല രീതിയിൽ പറയുന്നവരുണ്ട്. പക്ഷേ ഇത് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പാലയ്ക്ക കേട്ടോ. പാലയ്ക്കൻ്റെ റെസിപ്പിയാണ്. നമ്മൾ കൂടുതലും ഈ എന്താ പറയുക, ഒരു നോമ്പൊക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു മൗലൂദ് കാര്യങ്ങളൊക്കെ കഴിക്കില്ലേ, മുസ്ലിങ്ങൾ കൂടുതലായി ചെയ്യുന്ന കാര്യങ്ങളാണ്. ആ ടൈമിലൊക്കെ എന്താ പറയുക, നമ്മൾ ഉസ്താദുമാർ വരുമ്പോൾ അവർക്ക് കഴിക്കാനും കൂടി വേണ്ടിയിട്ട് വീട്ടിൽ ബർക്കത്തിനും കൂടി വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഫുഡാട്ടോ. ഇതെല്ലാവർക്കും ഉണ്ടാക്കാം, അങ്ങനത്തെ യാതൊരു ഇതുമില്ല. നമുക്ക് ഇത് നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും കഴിക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു റെസിപ്പിയും കൂടി കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു നോക്കിയാലോ. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. നമ്മളിതാ ഇതിന് വേണ്ടി നല്ല അത്യാവശ്യം പഴുപ്പുള്ള ഒരു പഴം എടുത്തിക്കണം കേട്ടോ. ഒരു 1 അല്ല 3 പഴം എടുത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 3 or 4 പഴം എടുക്കാം. പക്ഷേ എന്താ പറയുക, നമ്മൾ എടുക്കുന്നതിന് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം പഴം എടുക്കാൻ കേട്ടോ. കാരണം നമ്മൾ പഴം ഇതിലിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ചൗച്ചവില്ലേ, നമ്മുടെ ചൗച്ചവ് എന്താ പറയുക, ചവ്വരി എന്നൊക്കെ പറയും, അത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത് ആവശ്യത്തിന് നമ്മളിതാ ഇതുപോലെ കപ്പിൽ അളന്നിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഇതിന് വേറെ എന്തോ ഒരു പേരുണ്ട്, എന്താ പറയുക, ചവ്വരി എന്ന് മാത്രമല്ല വേറെ എന്തൊക്കെ പേരുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തോ ആവട്ടെ, നമ്മൾ ഇതുപോലെ എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുക്കറിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആദ്യം കഴുകിയെടുക്കുക ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഇത് കുക്കറിലേക്ക് മാറ്റി കൊടുക്കുക ചെയ്യുക കേട്ടോ. തിളച്ച വെള്ളം ഉണ്ടല്ലോ, കുക്കറിൽ നല്ല തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഈ ചവ്വരി വേവിച്ചെടുക്കുന്നത്. അതിന് മുമ്പ് ആദ്യം വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു പാക്ക് പാൽ ഒഴിച്ചിട്ട് നമ്മളിത് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. അതായത് നമ്മൾ ഓൾറെഡി വെള്ളത്തിൽ വേവിച്ചതിന് ശേഷം അതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. നമ്മൾ കുറേ ദിവസം ഒരു വീഡിയോസൊന്നും ഇട്ടിട്ടില്ലേനും, കാരണം ഓരോ തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിപ്പോയി. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുക. പഴയതുപോലെയുള്ള എല്ലാവരും സപ്പോർട്ടും ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. നമ്മളിത് അതുപോലെ അങ്ങനെ പാലിത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന പഴം ഉണ്ടല്ലോ, അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡ്, അതുപോലെ തന്നെ പഞ്ചസാര എന്നുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരത്തിന് ആവശ്യത്തിനുള്ള എല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ ഏലക്കായൻ്റെ പൊടി കേട്ടോ. ഏലക്ക പൊടിച്ചതാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏലക്ക പൊടിച്ചിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളി കല്ലുപ്പോ പൊടിപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ കല്ലുപ്പ് ഇട്ടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് എന്ത് മധുരമുള്ള സാധനം ഉണ്ടാക്കുമ്പോൾ അതിലൊരു പൊടി ഉപ്പിടുന്നത് നല്ലതാട്ടോ. അപ്പോൾ ആ ഒരു മധുരവും ഒരു ഇതും കൂടി ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ഒരു പൊടി ഉപ്പിടുന്നത്. അങ്ങനെ നമ്മളിതാ ഇതുപോലെ പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്.